ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 2-ാം തീയതി രണ്ട് ടൊവിനോ തോമസ് സിനിമകളുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ്. അതിലൊന്ന് നരിവേട്ട എന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് ഒരു വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ നടികർ എന്ന ടൊവിനോ സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. ആദ്യമേ നരിവേട്ട എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തി മോശമല്ലാത്ത കളക്ഷൻ തിയേറ്ററുകളിൽ നേടിയെടുത്ത സിനിമയാണല്ലോ നരിവേട്ട. മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ OTT പ്രഖ്യാപനം ഇപ്പോഴത്തെ സോണി ലിവിന്റെ ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. സോണി ലിവാണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. ടൊവിനോ, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ അടുത്തയാഴ്ച ജൂലൈ 11-ാം തീയതി സോണി ലിവിൽ OTT റിലീസ് ആകുമെന്നാണ് ഇന്ന് OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ജൂലൈ 11-ന് നരിവേട്ട OTT റിലീസ് ആകുക. അപ്പോൾ കാത്തിരിക്കാം ടൊവിനോ സിനിമയുടെ നരിവേട്ടയുടെ OTT റിലീസിനായിട്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തികച്ചും സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുകയാണ് നടികർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം. ഒരു വർഷം മുന്നേ 2024 മെയ് മാസം തിയേറ്ററുകളിലേക്ക് തിയേറ്ററുകളിലെ വലിയ പരാജയമായി മാറിയ ജീൻ പോൾ ലാലിന്റെ ടൊവിനോ നായകനെ എത്തിയ സിനിമ കൂടിയായിരുന്നു നടികർ. കഴിഞ്ഞ വർഷത്തിലെ തന്നെ വലിയ ബഡ്ജറ്റുള്ള സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT പ്ലാറ്റ്ഫോം തികച്ചും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു OTT പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. സൈന പ്ലേ ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. അവരുടെ ഭാഗത്ത് നിന്നുള്ള കമ്മിങ്സൺ OTT പോസ്റ്ററാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. ടൊവിനോയുടെ 3 സിനിമകൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ നടികർ എന്ന സിനിമ സൈനയിലൂടെ റിലീസിനായിട്ടിറങ്ങുമ്പോൾ ഒരുപക്ഷെ സൈനയുടെ കരിയറിലെ തന്നെ വലിയ ബഡ്ജറ്റുള്ള സിനിമയായിട്ട്, താരമൂല്യമുള്ള സിനിമയായിട്ട് ഈ ചിത്രം മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ജൂലൈ മാസം തന്നെ സിനിമയുടെ OTT റിലീസും പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ, അടുത്ത ദിവസങ്ങളിൽ തന്നെ വരാനിരിക്കുന്ന സിനിമയുടെ OTT റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട്.